പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഇറക്കത്തോടു കൂടിയ വളവുകളുള്ള ചെറിയ റോഡിൽ എങ്ങനെ കൃത്യമായിട്ടൊരു വാഹനം ഓടിക്കാം. വളവുകളാണ്, അതുപോലെ തന്നെ ഇറക്കമാണ്. അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി, ഈ വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കാൻ അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എന്നതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയാം, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, 80-85 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ്, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് ആദ്യമേ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് മാറ്റി മിററിൽ നോക്കി വണ്ടിയില്ലെന്ന് ഉറപ്പ് വരുത്തി വണ്ടി പതിയെ എടുക്കുകയാണ്. ബ്രേക്കിൽ നിന്ന് മാറ്റി ഇൻഡിക്കേറ്റർ കൊടുത്ത് പതിയെ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് പതിയെ എടുത്തു. വേണ്ട, അപ്പൊ നമ്മള് ഏത് റോഡിലാണെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ കൈവഴക്കം കാലുവഴക്കം വരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ ഗിയറുകൾ ഇടുന്നത്. നമ്മൾ ഈ 5 ഗിയറിന് എപ്പോഴും 6ാമത്തെ ഗിയർ ഇടുന്നപ്പോഴും 4ാമത്തെ ഗിയർ ഇടുന്നപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു വണ്ടി എടുക്കാൻ പോലും പേടി തോന്നുന്നത്. അവിടെ ഏത് ഗിയറിൽ പോകണം, ആ വളവിന് എത്ര തിരിക്കണം, ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ടാണ്. ഇതുണ്ടാ നല്ല കൊടും വളവാണ്. ഇതുണ്ടാ ഈ ഒരു വളവിലാണെങ്കിലും ഞാനിപ്പോ ഫസ്റ്റ് ഗിയർ, ഞാനിപ്പോ ഒരു തുടക്കക്കാരൻ എങ്ങനെയാണ് ഓടിക്കേണ്ടത് ആ ഒരു രീതി തന്നെ ഓടിച്ച് കാണിക്കുകയാണ്. ഇതാണ് ഈ വളവ്. കണ്ട, എത്ര വലിയ വളവാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു സൈഡിൽ ഞാനിപ്പോ ഫസ്റ്റ് ഗിയർ ഒരു തുടക്കക്കാരൻ ഓടിച്ചു പോയിട്ട് പോകുന്ന പോലെ തന്നെ കാണിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു, എന്ത് ചെയ്യാം, ബ്രേക്ക് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് പതിയെ പതിയെ നമ്മൾ അയച്ചു വിടണം. കണ്ടില്ലേ, പതിയെ പതിയെ അയച്ചു വിടണം. ഫുള്ള് പ്രസ് ചെയ്ത് എന്ത് സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും. പതിയെ പതിയെ ബ്രേക്ക് സെറ്റ് ചെയ്യുക. സ്ലോ ആകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, വണ്ടി നിൽക്കുന്നു കാണുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ബ്രേക്കിൽ നിന്നും പതിയെ പതിയെ അയച്ചു വിടാം. മുഴുവൻ തുറന്നു വരെ പതിയെ പതിയെ അയച്ചു വിടുക. കണ്ടാ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ ചേർന്ന് തന്നെ നമ്മൾ അതിനനുസരിച്ച് തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. കണ്ടാ കറക്റ്റ് ആയിട്ട് നമുക്ക് ഏത് വളവിനും നമുക്ക് എടുക്കാം. കണ്ടാ അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. കണ്ടാ കറക്റ്റ് ആയിട്ട് നമുക്ക് സൈഡ് ചേർന്ന് തന്നെ. അപ്പൊ നമ്മൾ വളവാണ്, ഇറക്കമാണ്, ഒരു വണ്ടി വന്നാൽ എന്ത് ചെയ്യും, ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പാട്. വണ്ടിയുടെ സ്റ്റിയറിംഗൂടെ നിവർത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാം, നമ്മൾ ഫുള്ളായിട്ടും എന്ത് ചെയ്യാവും, നമ്മൾ ബ്രേക്കിൽ നിന്ന് അയച്ചു വിടാവും. അതുപോലെ തന്നെ എല്ലാം ഇറക്കമാണ്. അപ്പൊ ഈ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ഈ സ്റ്റിയറിംഗ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയോ ചെയ്യരുത്. അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്റ്റിയറിംഗ് കിടന്ന് പിടിക്കുന്നതുകൊണ്ടാണ് എന്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, വെപ്രാളത്തിന് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റിയറിംഗ് എന്ന് അറിയാം. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗിൽ വെറുതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് കാര്യം, നമുക്ക് ഇത് തിരിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പം സ്പീഡ് കൂടുതലായി പോകുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് സ്ലോ ചെയ്യുന്നത്, എവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നത്, അതായത് എവിടെയാണ് സ്ലോ ചെയ്യുന്നത്, എന്തിലാണ് സ്ലോ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. നമ്മൾ ബ്രേക്കിങ്ങിലും ക്ലച്ചിലും ഒക്കെയാണ് നമ്മൾ സ്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കാലുകൊണ്ടാണ് നമ്മളൊരു വണ്ടി സ്ലോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ തിരിക്കാൻ വേണ്ടി മാത്രമേ. അപ്പം നമ്മൾ കാലും കൊണ്ട് ചെയ്യുന്നത് പറയാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് നമുക്ക് സ്പീഡ് കൂടുമ്പോൾ പലരും എന്ത് ചെയ്യും, ഇതേ കടന്ന് പിടിച്ച് വലിക്കും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ എവിടെയാണ് സ്ലോ ചെയ്യേണ്ടത് അവിടെ നമ്മൾ സ്ലോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ സൈഡിൽ തന്നെ ചേർന്ന് ഇങ്ങനെ തന്നെ വണ്ടി കൊണ്ട് പോകണ്ട. ഇപ്പൊ ചെറിയ ഒരു ഇറക്കമാണ്. അപ്പൊ എന്നിട്ട് ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. ക്ലച്ച് ചവിട്ടി സൈഡ് ചെയ്യാൻ തന്നെയാണ് പോകേണ്ടത്. സെക്കൻഡ് ഗിയർ കൊടുത്തു. കണ്ടാ, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാലെടുത്തു, എന്നിട്ട് പതിയെ അങ്ങോട്ട് പോകുന്നു. അപ്പം ഈ ബ്രേക്കിൽ നിന്ന് ഫുൾ അടിക്കുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടി സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ബ്രേക്കിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു, സ്പീഡ് കുറച്ച് കൊടുത്തു. ചെറിയൊരു ഹമ്പ് പോലെ ഉണ്ട്. എന്ത് ചെയ്തു, ഞാൻ വീണ്ടും പറഞ്ഞ് സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ചും കൂടെ ചവിട്ടി പതിയെ അങ്ങോട്ട് ഇറങ്ങണം. കേട്ടാ, എന്നിട്ട് ബ്രേക്കിൽ നിന്ന് പതിയെ അങ്ങോട്ട് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ എടുക്കാവും. അപ്പൊ നമ്മൾ വണ്ടി പോട്ടെ, നമ്മുടെ ക്ലച്ചിൽ പെട്ടെന്ന് എടുക്കുന്ന വണ്ടി ഇടിച്ച് ഓഫ് ആയി പോലെ തെറിച്ച് പോകുമ്പോൾ കണ്ട് എന്ത് ചെയ്യും, നമ്മുടെ കൺട്രോൾ കയ്യിൽ നിന്ന് പോകും. അപ്പൊ നമ്മൾ പതിയെ പതിയെ വേണം ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. നമ്മുടെ ഗിയർ ഏതാ, സെക്കൻഡ് ഗിയർ ആണ്. ആണല്ലേ, എന്റെ സൈഡിൽ കൂടെ തന്നെ ചേർന്നാണ് പോകുന്നത്. പലരും ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ഒന്ന് ഓടിച്ച് കാണിക്കാൻ നോക്കി ചോദിച്ചാൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പതിയെ പതിയെ തന്നെ ഇറക്കല്ല, നമ്മൾ ഈ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മളിങ്ങനെ ഇന്നടത്തൂടെ പോകുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാണ് നമുക്കൊരു വണ്ടിയൊക്കെ കയറാൻ പറ്റാതെ നമുക്ക് പേടി തോന്നുന്നത്. ഇറക്കമാണല്ലോ, വളവാണല്ലോ, ചെറിയ റോഡാണല്ലോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ വണ്ടിയെ കയറി എടുക്കുന്ന വരെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എടുത്തോണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ സൈഡ് തന്നെ ചേർന്ന് തന്നെ പതിയെ 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 ഓടിക്കുക. നമുക്കിപ്പം കൈക്കും കാലിനും നമുക്ക് സ്പീഡ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ 5ാമത്തെ 4ാമത്തെ ഗിയറുകൾ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ കൈക്കും കാലിനും വഴക്കം വരാത്തതുകൊണ്ടാണ് നമുക്കിപ്പോൾ 4ാമത്തെ ഗിയറിലോ 3ാമത്തെ ഗിയറോ ഒന്നും ഇടാൻ സാധിക്കാതെ വരുന്നത്. അപ്പം നമുക്കിപ്പം ഫസ്റ്റിലും സെക്കൻഡിലും ആണെങ്കിൽ മതി. അപ്പൊ എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് വണ്ടി കൊണ്ട് പോകാൻ പറ്റും. കേട്ടോ,
ഇവര് ഇറക്കവും വളവും എല്ലാം കൂടെ ആണ് കണ്ടത്. നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് തന്നെ പതിയെ പതിയെ. അപ്പം നല്ല ഇറക്കമായത് കാരണം എന്ത് ചെയ്യുന്നു, ഞാൻ നമ്മളെ ഇറക്കത്ത് ഇറങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്ലച്ച് ചവിട്ടി പിടിച്ചുകൊണ്ട് ഇറങ്ങരുത്. ഇറക്കത്ത് നമ്മൾ ഇങ്ങനെ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ എഞ്ചിനും അതുപോലെ തന്നെ ബോഡിയും തമ്മിൽ ബന്ധമില്ലാതായിപ്പോ. അപ്പൊ ബന്ധം കയറുന്ന തുടങ്ങി നമ്മൾ ആ ഗിയറിൽ ഇറങ്ങിയാൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് അപ്പം വണ്ടി ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഓഫ് ആയി പോകുന്നില്ല പലർക്കും ഒരു ധാരണയുണ്ട്. അപ്പൊ നമ്മൾ ബ്രേക്ക് നമ്മൾ ഫുള്ളായിട്ട് ചവിട്ടി വെച്ച് വണ്ടി നിൽക്കാറായ പരുവത്തിന് വരുന്നിടം വരെ നമുക്ക് ബ്രേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നിൽക്കുന്ന പരുവം കണ്ടാൽ മാത്രം നമുക്ക് ക്ലച്ചിന്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടി കൊടുക്കരുത്. അപ്പൊ നമ്മൾ ബ്രേക്കിൽ സ്ലോ ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, അയച്ചു വിടുക. അതുപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യുക, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ബ്രേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് വിടുക. എന്നാൽ അങ്ങനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഗിയർ തന്നെ നമുക്ക് പിടിച്ച് നമുക്ക് കറക്റ്റായിട്ട് വണ്ടി ഇറക്കാം. അല്ലേ? ഇപ്പൊ ഇത്രയും വന്നിട്ടും ഞാൻ എന്റെ സൈഡിലൂടെ തന്നെ ചേർന്ന് തന്നെയാണ് പോകുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ ഒക്കെ തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു സൈഡിലൂടെ ചേർത്ത് വീണ്ടും ഇതുപോലെ സൈഡ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക, വീണ്ടും സൈഡ് ചേർത്ത് എന്ത് ചെയ്യുക, വണ്ടി നിർത്തി കൊടുക്കുക. ക്ലച്ചും ബ്രേക്കും ചവിട്ടി സൈഡ് ചേർത്ത് വണ്ടി നിർത്തി കൊടുക്കുക. എന്നിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുക, നമ്മളിപ്പോ എടുക്കുമ്പോൾ പിന്നെ ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ടെടുക്കണം. കാരണം നമ്മൾ വന്ന ഗിയറിൽ തന്നെ എടുക്കാൻ നിൽക്കരുത്. കാരണം പലരും എന്ത് ചെയ്യും, ഈ നിർത്തിയിട്ട് പിന്നെ എടുക്കുമ്പോൾ ഈ കിടക്കുന്ന ഗിയർ അതെന്ന് പലരും ഓർക്കില്ല. അപ്പൊ നമ്മൾ നിർത്തിയിട്ട് എടുക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാക്കണം, നിന്ന വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കണം. അപ്പൊ നമ്മൾ റിലാക്സ് ആയിട്ട് ഓടിക്കാനും പറ്റും, എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. അതാണ് നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടും. പേടികൾ തനിയെ എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ മാറാം. ഫസ്റ്റിലും സെക്കൻഡിലും നമ്മുടെ സൈഡിൽ തന്നെ ചേർത്ത് തന്നെ ഇങ്ങനെ ചെയ്ത് എന്ത് ചെയ്യാം, പേടികൾ മാറി നമുക്ക് തനിയെ വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഞാൻ വീണ്ടും ക്ലച്ച് ഓടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, നമ്മുടെ കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം നമ്മളിപ്പോ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെ കൈയും കാലും അനക്കുന്നതിന് മുമ്പ് ഇനി എന്റെ കൈ കൊണ്ടാണോ ചെയ്യാനുള്ളത് കാലും കൊണ്ടാണോ ചെയ്യാനുള്ളത് നമ്മൾ ആദ്യമേ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യോ, ഇരിക്കുന്നിടത്തുനിന്ന് കൈയും കാലും അനക്കാവും. ഇപ്പൊ കാലും കൊണ്ടാണോ കൈ കൊണ്ടാണോ, അപ്പൊ എനിക്ക് ഗിയർ ഇടണം, ആദ്യം നമ്മളെ കാല് വേണം ക്ലച്ച് ചവിട്ടി, പിന്നെ കൈയുടെ വേണം ഗിയർ ഇടാൻ വേണ്ടിയിട്ട്. കണ്ടാ, ഫസ്റ്റ് ഗിയർ കൊടുത്തു. എന്നിട്ട് ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാതെ എന്ത് ചെയ്യുന്നത്, ഈ കൈയും കാലും കൊണ്ട് ഇളകരുത്. ഇനിയിപ്പോ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് മിററിൽ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കൈയും കാലും അനങ്ങിയെന്ന് പറഞ്ഞാൽ പ്രശ്നം വരുന്നില്ല. മിററിൽ നോക്കി വണ്ടി ഇല്ലെന്ന് ഉറപ്പുവരുത്തി ഇൻഡിക്കേറ്ററോട് കൊടുത്തു, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് നല്ല കാലെടുത്ത്. കണ്ട, വണ്ടി പതിയെ വേണം ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ, അല്ലെങ്കിൽ വണ്ടി ഓഫ് ആയി പോകും. അല്ല നമ്മൾ വണ്ടി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് ചെയ്ത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത്. എത്ര വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാലും ഒരു ക്ലച്ചിൽ നിന്ന് ഒന്നാമത്തെ ഗിയറിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് എടുക്കേണ്ട ഒരു പരുവുണ്ട്. ആ പരുവത്തിന് തന്നെ മേലോട്ട് പതിയെ വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റായിട്ട് വണ്ടി ഓഫ് ആകാതെ നമുക്ക് മുൻപോട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ വീണ്ടും എന്ത് ചെയ്ത് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കണം. അപ്പം നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ ഇങ്ങനെ വെറുതെ എന്ത് ചെയ്യരുത്, ബലം പിടിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ ഇത് കണ്ട, നമ്മൾ തിരിച്ചാൽ മാത്രമേ എങ്ങോട്ടും തിരിഞ്ഞു പോകത്തുള്ളൂ. നമ്മൾ ബലം കൊടുക്കണ്ട ഗിയർ മാറുന്ന സമയത്ത്. വേറെ ബലം കൊടുക്കാതെ എന്ത് ചെയ്യുക, ക്ലച്ച് ചവിട്ടി കൊടുക്കുക, ഗിയർ മാറി കൊടുക്കുക. കണ്ട, ഗിയർ മാറി ക്ലച്ച് ഒന്ന് പതിയെ കാടുന്നു. അപ്പൊ എടുത്തോണ്ട് വരുമ്പോൾ തന്നെ വണ്ടിക്ക് സ്പീഡായി പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇറക്കം കൂടാണ്. കണ്ട, ഇറക്കവും ഒരു വളവും എല്ലാം കൂടാണ്. അപ്പം ബ്രേക്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്തോണ്ടിരിക്കണം. അല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് പിന്നെ ക്ലച്ച് ചവിട്ടി പിടിച്ചോണ്ട് എന്ത് ചെയ്യരുത്, ഇറക്കം ഇറങ്ങരുത്. ക്ലച്ചിൽ നിന്ന് പതിയെ കാലെടുത്തോണ്ട് ആ സ്പീഡ് കൂടുന്നതനുസരിച്ച് ബ്രേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടാ, ബ്രേക്കിൽ മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞ് നമുക്ക് കൺട്രോൾ കിട്ടും. ഇപ്പൊ ഇവിടെ ഒരു വളവാണ്, ഞാനിപ്പോ സൈഡിലൂടെ തന്നെ ചേർന്നത്. അപ്പൊ നമുക്ക് ഇടത്തോട്ടുള്ള വളവാണെങ്കിലും വടത്തോട്ടുള്ള വളം വന്നാലും തീരും നമ്മുടെ സൈഡിൽ നിന്ന് മാറിപ്പോകരുത്. അപ്പൊ നമുക്ക് ഇവിടെ ഇറക്കം കൂടാകുമ്പോൾ നമ്മൾ ബ്രേക്ക് സെറ്റ് ചെയ്ത് നല്ലൊരു ഇറക്കവും വളവും കൂടാണ്. കേട്ടോ, ബ്രേക്ക് പ്രസ് ചെയ്തു. കണ്ടാ, പതിയെ ഇറങ്ങണം. നമ്മുടെ സൈഡിൽ തന്നെ ചേർന്ന് തന്നെ ഇറങ്ങും. കേട്ടോ, കറക്റ്റായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും മാത്രം എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ഒരു ഇറക്കവും വളവും ഒക്കെ ഉള്ളിടത്ത് ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബാലൻസ് ആകുന്നിടം വരെ ഇങ്ങനെ തന്നെ നമ്മളൊന്ന് ഓടിച്ച് പഠിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഓടിച്ചാൽ നമുക്ക് കൈക്കും കാലിന്റെ ബാലൻസ് വരുമ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ സ്പീഡ് ഇപ്പൊ ആയി നമ്മൾ ഏത് ഗിയറിൽ ചെന്നാലും നമുക്ക് പെട്ടെന്ന് കൈയും കാലും ബാലൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൈയും കാലും അനക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ നാലാമത്തെ ഗിയറിൽ പോയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മൂന്നാമത്തെ ആക്കാനും അല്ലെങ്കിൽ ആദ്യം പോകാനും സെക്കൻഡ് ആക്കാനും ഒക്കെ നമുക്ക് കഴിയും. ഇതല്ല ഇപ്പൊ സൈഡ് കൂടെ തന്നെ ചേർന്നാണ് പോകുന്നത്. ഇപ്പം ഇറക്കവും വളവുകൾ തന്നെ ഉള്ള റോഡുകളാണിത്. അപ്പൊ നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് തന്നെ പോവാ. അപ്പൊ നമ്മുടെ ഗിയറുകൾ നമ്മൾ വെറുതെ വണ്ടികളില്ല ആളുകളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ 5 ഇട്ട് നോക്കാം 4 ഇട്ട് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഓടിക്കേണ്ട കാര്യം വരുന്നില്ല. ഇതേ സൈഡ് തന്നെ ചേർന്ന് തന്നെ നമ്മൾ ഈ ഒരു ഗിയർ തന്നെ ഇങ്ങനെ തന്നെ പതിയെ ഓടിക്കുക. കണ്ട, അപ്പൊ നമ്മള് കയറി ഇരുന്ന് എടുക്കുന്നതിന് വരെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കയറി ഇരുന്ന് എടുക്കുന്നതിന് വരെയുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കയറി കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ കയറി ഇരുന്ന് എടുക്കുന്നതിന് വരെയുള്ള കാര്യം കൃത്യമാണെങ്കിൽ നമുക്കൊരു വണ്ടി എവിടെയെങ്കിലും നിന്നാലും എടുക്കാൻ കഴിയത്തുള്ളൂ. കാരണം എടുക്കുന്നതിന് വരെയുള്ള കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഇങ്ങനെ പോകുന്നു, ഇത് കാണില്ലേ, ഇപ്പൊ ഞാൻ സൈഡ് കയറി നിർത്തുകയാണ്. ഉദാഹരണത്തിന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. ഈ നിർത്തിയിട്ട് എടുക്കുമ്പോഴേ നമ്മൾ ഈ ആദ്യം മുതൽ കയറി എടുക്കുന്നതിനും വരെയുള്ള കാര്യമാണ് ഇത് ചെയ്യാനുള്ളത്. കാരണം ഇനിയിപ്പോ എടുക്കണം എന്നുണ്ടെങ്കിലും എന്ത് തന്നെ ചെയ്യണം, ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കണം. കേട്ടോ, ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു,
നമ്മൾ മിററിൽ നോക്കി ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് എടുത്തു. കാരണം ഇത് നമ്മൾ ആദ്യമേ കയറി ഇരുന്നെല്ലാം ചെയ്തിട്ട് ഇത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് മാറ്റി മിററിൽ നോക്കി ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് എടുക്കുകയാണ്. അപ്പൊ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് മാറ്റിയിരുന്നല്ലോ, ബാക്കി നമ്മൾ ഗിയർ മാറി മിററിൽ നോക്കി ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മാറി. അതിന് വേണ്ടി ഞാൻ ക്ലച്ച് ഓട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. എന്നിട്ടാണ് ഇപ്പൊ നല്ലൊരു വളവാണ്, ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്ന് ഒരു ഓളം കൊടുത്തു. എന്നിട്ട് നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് തന്നെ അവിടെ പതിയെ ബ്രേക്കിലൂടെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ. അല്ലാതെ നമ്മളിപ്പം ആക്സിലറേറ്ററിൽ നിന്ന് കാല് മാറിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് അവിടെ സ്ലോ ചെയ്യാനോ അല്ല നിർത്താനായിട്ടുണ്ട്. അപ്പം സ്ലോ ചെയ്യാനും നിർത്താനും കിടക്കുന്ന എവിടെയാ, ക്ലച്ചിലും ബ്രേക്കിലുമാണ്. അപ്പം നമ്മുടെ കാലുകൾ എങ്ങോട്ട് വരണം, ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു വളവ് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വണ്ടികളില്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഇടത്തോട്ടാണ് തിരിക്കണം, നമ്മൾ വെറുതെ ഇടത്തോട്ട് തിരിക്കുകയല്ല ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലറേറ്റർ നമ്മുടെ കാല് മാറിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇന്ന പോലെയാണ്. അപ്പം നമ്മുടെ കാലുകൾ അവിടെയോട്ട് ഒന്നുകൊണ്ടെന്ന് നമുക്ക് ആ ഒരു സ്ലോ ചെയ്ത് കൊടുത്താൽ നമ്മുടെ കൺട്രോളിലാവും വണ്ടി. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് അപ്പം ആക്സിലറേറ്ററിൽ നിന്ന് മാറി ഇനിയിപ്പം സ്പീഡ് കൂടിപ്പോത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വളവിലോട്ട് ഇങ്ങനെ തിരിക്കരുത്. കാരണം നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് നമ്മൾ കാല് മാറി, ഇപ്പം ഉദാഹരണത്തിന് ഒരു 30 മൈൽ സ്പീഡിൽ പോകുന്നു, നമ്മളിപ്പോൾ ആക്സിലറേറ്ററിൽ നിന്ന് കാല് മാറിയെന്ന് പറഞ്ഞാലും വളവനാണെങ്കിൽ നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തില്ലെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഒരു 60 മൈൽ സ്പീഡായിരിക്കും. അപ്പം നമുക്കത് കൺട്രോൾ കിട്ടാൻ പറ്റാതെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു വളവിന് വരുന്ന സമയത്ത് നമ്മൾ ഒരു 30 കുറയ്ക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് വിടുക കഴിഞ്ഞാൽ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ നിരപ്പത്ത് പോലും 30 പോകാനുള്ള കാരണം, നമുക്ക് 31 പോകാനുള്ള കൺട്രോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 30 പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ 30 നമ്മൾ കുറച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ വരുന്ന വരവിന് തന്നെ 30 തന്നെ നമുക്ക് കൺട്രോളോട് കൂടി നമുക്ക് തിരിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ വരുന്ന വരവിനെ ആക്സിലറേറ്റർ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്പീഡ് കുറയത്തൊന്നുമില്ല. ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ ആ നോർമൽ ആ സ്പീഡിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടാതെ വരുമ്പോൾ വളവാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് സ്റ്റിയറിംഗ് ആ കൂട്ടത്തിൽ നമുക്ക് തിരിക്കാനോടാണ് പാട്. തിരിക്കുന്ന വണ്ടി നിവർത്താനും ഒക്കെ പലർക്കും പാട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കൺട്രോൾ കിട്ടാതെ വരും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വളവ് കാണുമ്പോൾ ഒരു പേടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മള് ഒരു വളവിന് മുമ്പേ വരുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പൊ മുൻപിൽ ഒരു വളവ് വരുന്നു, ഞാൻ ഇത് ഇവിടുന്ന് ഒന്ന് പ്രസ് ചെയ്ത് പകുതി സ്പീഡ് കുറച്ചു കണ്ടോ, അപ്പൊ നമുക്ക് നമ്മുടെ കൺട്രോളിലായി വണ്ടി. എങ്കിൽ മാത്രമേ നമ്മൾ ആ വരുന്ന സ്പീഡിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ വളവിന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മള് ഇപ്പൊ ഒരു വളവാണെന്നും പറഞ്ഞുകൊണ്ട് എടുത്തു വിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര സ്പീഡായി പോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ഞാൻ ചോദിച്ചാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയെന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.